ബിസ്മില്ല ചൊല്ലിക്കൊണ്ട് വീട്ടിലേക്ക് കയറുന്ന മനുഷ്യന്റെ കൂടെ ശൈത്താന് പ്രവേശനമില്ലാത്തത് കൊണ്ട് അവൻ അവന്റെ അനുയായികളോട് പറയും, ഈ വീട്ടിൽ നമുക്ക് അക്കോമഡേഷൻ ഇല്ല, ഇവിടെ നമുക്ക് ഫുഡുമില്ല. കാരണം എന്താ? കേറാനും പറ്റിയില്ല, ബിസ്മില്ലി. ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മില്ലി. കൂടെ കഴിക്കാൻ പറ്റുന്നില്ല, ശൈത്താൻ കൂടെ കഴിക്കും. ശൈത്താനികമായ പൈശാചികമായ ദുർബോധനങ്ങൾക്ക് ഇടയാകുന്ന ചിന്തകളും മോശത്തരങ്ങളും വീട്ടിനകത്തുണ്ടാകും. അതെ, ശാരീരിക ബന്ധം പുലർത്തുന്ന നേരത്ത് വരെ ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വജന്നിബി ശൈത്താന ഫീമാ റസഖ്തനാ, ശൈത്താനിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. എല്ലാ സന്ദർഭങ്ങളിലും ഈ കാവൽ തേട്ടം വേണം. ഇങ്ങനെ ശൈത്താന്റെ ശർറിൽ നിന്ന് കാവൽ ചോദിച്ചു കൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടെ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന ശൈത്താനൽ ഇൻസാനി അദുവ്വും മുബീൻ, ശൈത്താനിന്റെ കുതന്ത്രം ഏറ്റവും വലിയ തന്ത്രമാണ്, അവൻ ഏറ്റവും വ്യക്തമായ ശത്രുവാണ് എന്ന് പറയാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബിയോട് ഇന്ന കാര്യം നീ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ അതിന്റെ കാരണവും പറഞ്ഞു കൊടുത്തല്ലോ. നീ അവരോട് സ്വപ്നകാര്യം പറയരുത് എന്ന് മാത്രമല്ല പറഞ്ഞു. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം കേൾക്കുന്ന കുട്ടിയുടെ മനസ്സിലുണ്ടാവും. എന്താ കാക്കമാരോട് പറഞ്ഞാൽ അതിനൊരു ഇട കൊടുത്തില്ല. അതിന്റെ കാരണവും വിശദീകരിച്ചു കൊടുത്തു. അവര് ചിലപ്പോ നിന്നോട് അത്ര വലിയൊരു ഇഷ്ടമല്ലാത്തവരല്ലേ, മോനിക്ക് തന്നെ തോന്നുന്നില്ലേ, അവരെന്തെങ്കിലും മനസ്സിലാകുന്ന നിലക്കുള്ള ഒരു കാരണം പറഞ്ഞു കൊടുത്തു. ഇതും ഒരു കാര്യം, നമ്മൾ ഒരു കുട്ടിയോട് ഒരു കാര്യം വിലക്കുമ്പോ അതിന്റെ കാരണം കൂടെ പറഞ്ഞു കൊടുത്താൽ കൂടുതൽ അത് ഫലം ചെയ്യും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഇരിക്കുന്ന നേരത്ത് മദീനത്തെ പള്ളിയുടെ ഒരു മൂലയിൽ കൂട്ടിയിട്ട സദഖയുടെ കാരക്കൈ ചീളിലേക്ക് ഹസൻ റളിയല്ലാഹു തആല അൻഹു മുട്ടിട്ടെഴഞ്ഞ് നീന്തി വരികയാണ്. ചെറിയ കുട്ടി. ആ കുട്ടി വന്നിട്ട് സദഖയുടെ അഥവാ സകാത്തിന്റെ മുതലായ കാരക്ക കൂട്ടിയിട്ടതിൽ നിന്ന് ഒരു ചൊളയെടുത്ത് കുട്ടി വായിലേക്ക് ഇട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി ചെന്നിട്ട് വായിൽ കൈയിട്ടിട്ട് പറഞ്ഞു, തുപ്പിക്കളയും മോനെ, തുപ്പിക്കളയി. ഉടനെ തന്നെ ആ കുട്ടിക്ക് മനസ്സിലാകുന്ന നിലക്കുള്ളൊരു ചോദ്യം, അമാ അലിംത, മോനെ നിനക്കറിഞ്ഞൂടെ? അതിലൂടെ പഠിപ്പിക്കാണ്. അറിയില്ലെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കാണ്. അമാ അലിംത, മോനെ നിനക്കറിഞ്ഞുകൂടെ? നമ്മൾ നബി കുടുംബമാണ്, നബി കുടുംബത്തിന് സ്വതഖ തിന്നാൻ പറ്റൂല, നമുക്ക് സക്കാത്തിൽ നിന്ന് സ്വീകരിക്കാൻ പാടില്ലെന്ന് അറിഞ്ഞുകൂടെ മോനെ? പാടില്ല എന്ന് പറഞ്ഞ് തുപ്പിക്കളഞ്ഞാൽ വിടല്ല. അതിന്റെ കാരണവും പറയാം. യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുത്തതുപോലെ നിന്റെ സഹോദരങ്ങളോട് ഇതിനെപ്പറ്റി പറയണ്ടെന്ന് മാത്രമല്ല, അപ്പൊ ഈ കുട്ടിക്ക് ഇങ്ങനെ ആദ്യം എന്തായിരിക്കും അതിനെ ഇട കൊടുക്കാതെ അതിന്റെ കാരണവും പറഞ്ഞു കൊടുത്തു. അവരൊരു പക്ഷേ കുതന്ത്രം മെനഞ്ഞേക്കും. കാരണം ശൈത്താൻ എല്ലാവരുടെയും വ്യക്തമായ ശത്രുവാണ്. അവൻ ശത്രുതയ്ക്ക് വേണ്ട രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തും. ഇത് പറഞ്ഞതിന്റെ ശേഷം മഹാനായ റബ്ബുൽ ആലമീൻ തുടർന്നുകൊണ്ട് പറയാണ്, മഹാനായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ മോനോട് സ്വകാര്യമായിട്ട് പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? മോനെ, ഈ കണ്ട സ്വപ്നം വളരെ നല്ല സ്വപ്നമാണ്, നല്ല കാര്യം, വലിയൊരു നിഅമത്താണ്. وكذلك يجتبيك ربك ويعلمك من تأويل الأحاديث ويتم نعمته عليك وعلى آل يعقوب كما تمها على أبويك من قبل إبراهيم وإسحاق إن ربك حكيم عليم. وكذلك പ്രകാരം മോനെ, നീ സ്വപ്നം കണ്ട പ്രകാരം യജ്തബീക റബ്ബുക, നിന്റെ റബ്ബ് നിന്നെ തെരഞ്ഞെടുക്കാൻ പോകുന്നു. റബ്ബ് നിന്നെ എന്തോ ഒരു ഉന്നതമായ പദവിയിലേക്ക് തെരഞ്ഞെടുക്കാൻ പോകുന്നു. അള്ളാഹ് ഉദ്ദേശിക്കുന്നവരെയാണല്ലോ അള്ളാഹ് ഓരോരുത്തരും തെരഞ്ഞെടുക്കുക. അള്ളാഹയാണ് തെരഞ്ഞെടുക്കുന്നത്. ആരും വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ ആരാവണം എന്ന് ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല. റബ്ബാണ് തീരുമാനിക്കേണ്ടത്. നമ്മള് ജന്തുക്കളുടെ കൂട്ടത്തിലൊന്നും പെടാതെ, മറ്റുള്ള ജന്തുജാലങ്ങളുടെ കൂട്ടത്തിലും മിണ്ടാപ്രാണികളൊന്നുമായി ജനിക്കാതെ മനുഷ്യരായി അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചു. നമ്മുടെ തീരുമാനമല്ല. മനുഷ്യരായി ജനിച്ച നമ്മൾ കാഫിറുകളാകാതെ മുസ്ലിമീങ്ങളായി, തഖ്വയുടെ ലോകത്ത് മുസ്ലിമീങ്ങളായി, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസക്കാരായി, പിഴച്ച കക്ഷികളിലോ ശിർക്ക് ചെയ്യുന്നവരിലോ പെടാതെ റബ്ബ് നമ്മളെ കാത്തു. അള്ളയാണ് തെരഞ്ഞെടുക്കുന്നത്, പടച്ചവനാണ് തീരുമാനിക്കുന്നത്. ആർക്ക് നുബുവത്ത് കൊടുക്കണം? നുബുവത്ത് ആഗ്രഹിച്ച കുറെ ആളുകൾ ഉണ്ടായിരുന്നു ഓരോ രാജ്യത്തിലും. കിട്ടിയിട്ടില്ല. ആഗ്രഹിക്കാത്ത കേന്ദ്രങ്ങളിൽ അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. ഈ നുബുവത്തും റിസാലത്തും അള്ളാഹുവിലേക്കുള്ള അടുപ്പവും ആ വലിയ മഹാത്മ്യങ്ങളുമൊക്കെ അള്ളയാണ് നിശ്ചയിക്കുന്നത്. അള്ളാഹുവിനോടാണ് അതിന് ചോദിക്കേണ്ടത്. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ ഇന്നക അലാ
കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹുവേ, നീയാണ് അധികാരം കൊടുക്കുന്നവൻ, നീയാണ് അധികാരം ഒഴിപ്പിക്കുന്നവൻ, നീയാണ് ഇസ്സത്ത് അന്തസ്സ് കൊടുക്കുന്നവൻ, നീയാണ് ദില്ലത്ത് നിന്യത കൊടുക്കുന്നവൻ. അല്ലാഹുവേ, എല്ലാം നിന്റെ കൈകളിലാണ്, നീയാണെല്ലാം, നിന്നിൽ നിന്നാണെല്ലാം, നീ എല്ലാത്തിനും കഴിവുള്ളവനാണല്ലോ. അതെ, മനസ്സറിഞ്ഞുകൊണ്ട് മനുഷ്യൻ അറിയണം, ഞാൻ ദുർബലനാണ്, എനിക്ക് കിട്ടുന്നതൊക്കെ റബ്ബാണ് തെരഞ്ഞെടുത്ത് തരുന്നത്. കദാലിക യജ്തബീക റബ്ബുക്, നിന്റെ റബ്ബ് നിന്നെ തെരഞ്ഞെടുക്കാൻ പോകുന്നു. വയുഅല്ലിമുക മിൻ തഅ്വീലിൽ അഹാദീസ്, സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ മതപരമായ വിധിവിലക്കുകളെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളും അവൻ നിനക്ക് പഠിപ്പിച്ചു തരും. അവനോട് പറയണം, വലിയ കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്, സ്വപ്നം കണ്ടാൽ ഇത് വ്യാഖ്യാനിക്കാനും മതപരമായ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവൊക്കെ തരാൻ പോകുന്നുണ്ട്. അല്ലാഹുവിന്റെ അനുഗ്രഹം നിന്റെ മേൽ അവൻ പൂർത്തീകരിക്കാൻ പോകുന്നു. നീ കാരണം യാക്കൂബിന്റെ കുടുംബത്തിന് മുഴുവൻ ഖ്യാതി വരാൻ പോകുന്നു, പ്രസിദ്ധി വരാൻ പോകുന്നുണ്ട്. ഏതുപോലെ അല്ലാഹ് പ്രസിദ്ധി കൊടുത്ത് പൂർത്തിയാക്കിയില്ലേ. അലാ അബവൈക മിൻ ഖബ്ലു, നിനക്ക് മുമ്പ് നിന്റെ ഉപ്പമാരിൽ കുറെ അനുഗ്രഹം കിട്ടിയില്ലേ. അഥവാ ഇബ്രാഹിം വ ഇസ്ഹാഖ്, ഉപ്പാപ്പമാരായ ഇബ്രാഹിം നബിയിലൂടെ ഇസ്ഹാഖ് നബിയിലൂടെ ഈ കുടുംബത്തിന് ഒരുപാട് മേന്മകൾ കിട്ടിയില്ലേ. അതുപോലെ മോനെ, നീ മുഖേനയും യാക്കൂബിന്റെ കുടുംബത്തിന് ഒരുപാട് കാര്യങ്ങൾ നിഅമത്തുകൾ വരാൻ പോകുന്നു. ഇന്ന റബ്ബക ഹകീമുൻ അലീം, നിന്റെ റബ്ബ് നിശ്ചയമായും അഗാധമായ യുക്തിയുള്ളവനും എല്ലാത്തിനെ കുറിച്ചും നന്നായി അറിവുള്ളവനുമാകുന്നു. ഇതാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് ഈ കാര്യത്തിൽ ഉപദേശിച്ചു കൊടുക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് വളരെയേറെ പ്രത്യേകമായ രൂപത്തിലുള്ള സൂക്ഷ്മതയോടെ ഓരോ കാൽവെപ്പുകളും നടത്തണം എന്ന് മകനോട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപദേശിക്കുകയാണ്. ഇവിടെ സ്വപ്നത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാണാത്ത സ്വപ്നം കണ്ടു എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകും, ചിലരെ സുഖിപ്പിക്കാൻ വേണ്ടി, ചിലരിൽ നിന്ന് എന്തെങ്കിലും നേടാൻ വേണ്ടിയൊക്കെ കള്ളത്തരങ്ങൾ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കാണാത്തത് കണ്ടു എന്ന് പറയുന്നവന് നാളെ മഹ്ശറിൽ കഠിനകഠോരമായ ശിക്ഷയാണ്. 2 ഗോതമ്പ് മണികൾ കൊടുത്തുകൊണ്ട് അവനോട് അത് കെട്ടിയിടാൻ പറയും. ഒരു കാലത്തും കഴിയാത്ത സംഗതിയാണ്. 2 ഗോതമ്പ് മണി ആർക്കെങ്കിലും കയറ് പോലെ കെട്ടിയിടാൻ കഴിയോ? കഴിയാത്തൊരു സംഗതി കൊണ്ട് അവൻ കീർത്തിക്കപ്പെടും, നിർബന്ധിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോ കാണാത്തത് കണ്ടു എന്ന് പറയുന്നവർ, സ്വപ്നത്തിന്റെ പേരിൽ പല രൂപത്തിലുള്ള പിഴച്ച വാദങ്ങൾ പ്രചരിപ്പിക്കുന്നവർ, അമ്പിയാക്കന്മാരുടെ സ്വപ്നം മാത്രമേ ദീനിൽ തെളിവുള്ളൂ, അല്ലാത്തവരുടെ സ്വപ്നമൊന്നും ദീനിൽ തെളിവല്ല. ഇന്ന് പല സ്വപ്ന ജീവികളും ജീവിക്കുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. ഇടക്കിടക്ക് ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. അള്ളാന്റെ റസൂൽ അവരെടുത്ത് വരുന്നു, അള്ളാന്റെ റസൂൽ അവരോട് സംസാരിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലിനെ ഉണർച്ചയിൽ കാണുന്നു, അള്ളാഹുവിന്റെ റസൂൽ അവരെ വീട്ടിൽ വരുന്നു, കഞ്ഞി കുടിക്കുന്നു, ഒപ്പം ഭക്ഷണം കഴിക്കുന്നു. അതുപോലെ തന്നെ അള്ളാന്റെ റസൂല് അവരുടെ സ്ഥാപനത്തിൽ തറക്കല്ലിടാൻ വേണ്ടി ആളെ പറഞ്ഞേക്കുന്നു. എല്ലാ കാര്യവും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നീ പോണെന്ന് പറയുന്നു. എന്റെ മുടി ഇന്നാൾക്ക് കൊടുക്കണമെന്ന് നബി തങ്ങൾ പറയുന്നു. ഇങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി കള്ളത്തരങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന കുറെ സ്വപ്ന ജീവികൾ ലോകത്തുണ്ട്. വലിയ അപകടകാരികളാണ്, വലിയ അപകടകാരികളാണ്. പലതും സ്വപ്നം ഒരു കാണും, അങ്ങനെ സ്വപ്നത്തിൽ കണ്ടിട്ട് അവർ വിളിച്ചു പറയും. ആ രൂപത്തിൽ പ്രശസ്തിക്ക് വേണ്ടി, പെരുമക്ക് വേണ്ടി, ഖ്യാതിക്ക് വേണ്ടി, പ്രസിദ്ധിക്ക് വേണ്ടി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളവാദികളുണ്ട്. അവർ അള്ളാഹുവിന്റെ പേരിലാണ് കള്ളം പറയുന്നത്. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ, അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടി പറയുന്നവർ വിജയിക്കാൻ പോകുന്നില്ല. എന്നാൽ ദുനിയാവിൽ അല്പസ്വല്പം സുഖങ്ങളൊക്കെ അവർക്ക് കിട്ടിയേക്കും, പക്ഷേ ഖലീൽ വളരെ കുറഞ്ഞ വിഭവങ്ങളായിരിക്കും. ആഖിറത്തിൽ കഠിനകഠോര ശിക്ഷയായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമ്മൾ ഇന്നീ കേട്ട ഈ ആയത്തുകൾ വിശദീകരിച്ചു പോകുമ്പോൾ ആ വിശദീകരണ മധ്യേ നമുക്ക് ആവശ്യമായ ഗുണപാഠങ്ങൾ നമ്മൾ സ്വീകരിക്കണം, നമ്മൾ പഠിക്കണം, നമ്മൾ പകർത്തണം എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. കഴിയുന്നത്ര സഹോദരങ്ങൾ, നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്തു പോകുന്ന ഈ ആയത്തുകൾ, ഓരോ ആഴ്ചയും എടുക്കുന്ന ആയത്തുകൾ മനഃപ്പാഠമാക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കേട്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കാൻ അത് പ്രയോജനപ്രദമായിരിക്കും എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള മറ്റു വചനങ്ങളും അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളും വഴിയെ നമുക്ക് വിശദീകരിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ഖുർആനിനോട് ബന്ധം പുലർത്തുന്ന, അതിലെ പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന, അതിനോട് സ്നേഹവും കൂറും ബഹുമാനവും കാണിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ശൈത്താന്റെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാറാവ്യാധികളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് ഏവർക്കും മോചനം നൽകുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ.